നമ്മുടെ +1 അക്കൗണ്ടൻസി എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പ്രോബ്ലംസ് ആണ്, ഈ പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ദെൻ ഒന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കൊരു 3-4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാം. വളരെ സിമ്പിളാണ്. ഇതെല്ലാം ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഉടനെ പുറകെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ 3-4 മാർക്ക് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ വലിയ കാൽക്കുലേഷനൊന്നും ഇല്ലാത്ത അവിടെ നമുക്ക് സ്കോർ ചെയ്യാം. ജേണൽ എൻട്രി ഏറ്റവും സിമ്പിൾ ട്രിക്കിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മെഗാ റിവിഷൻ ബാച്ച് അല്ലെങ്കിൽ നമ്മുടെ മിന്നൽ ബാച്ചിലേക്ക് ഉടനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പോഴേ നമ്മുടെ കൂടെ പഠിച്ചു പോകാം. ആദ്യം മുതലേ നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രീസ് ഒരു 5 മാർക്കിനോ ഭാഗ്യമുണ്ടെങ്കിൽ 8 മാർക്കിനോ ചോദിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കിലൂടെ ഒന്നും ജേണൽ എൻട്രി അറിയാത്തവരെ നമ്മൾ ജേണൽ എൻട്രി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ആ ജേണൽ എൻട്രിക്ക് നമുക്ക് അവിടെ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് 8 മാർക്കിന് വരുന്ന ഒരു ഫുൾ പ്രോബ്ലം വരുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ പഠിക്കണം. ഒന്നെങ്കിൽ ഡബിൾ കോളം അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് വരും. രണ്ടും സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഒരു 8 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കുറേ ട്രാൻസാക്ഷൻ തന്നിട്ട് റെലവൻറ്റ് ഡേ ബുക്ക് വരയ്ക്കാൻ പറയും. അപ്പോൾ അത് പർച്ചേസിനെയും തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സെയിൽസിനെയും തന്നിട്ടുണ്ടാവും. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും നമ്മൾ വരയ്ക്കണം. ഇതും 4 മാർക്കിന് വരാകുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോബ്ലം. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് കുറേ സംഭവങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് വരാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോബ്ലം 4 മാർക്കിന് വരാം. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാ തവണയും ചോദിക്കാറ്. അതുകൂടി പഠിച്ചാൽ 8 മാർക്ക്. ഇതൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ തിയറി പഠിച്ചില്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. ഓരോന്നായിട്ട് ഉടനെ തന്നെ മോഡൽ എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകും. സോ വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.